ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓൺ മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ തുടർച്ച. ദർ ഈസ്, ദർ ആർ. അതിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ട് എന്നാണ് അർത്ഥം. ദർ ഈസ് സിംഗുലർ, ദർ ആർ പ്ലൂറൽ. അതിൻ്റെ പാസ്റ്റ് രൂപങ്ങൾ: ദർ വാസ് ഉണ്ടായിരുന്നു, ദർ വേർ അതിൻ്റെ പ്ലൂറൽ അർത്ഥം ഇത് തന്നെയാണ്, ഉണ്ടായിരുന്നു. ദർ എന്ന് പറഞ്ഞാൽ അവിടെ, വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു. അവിടെ ആയിരുന്നു നല്ല അർത്ഥം. ദർ വാസ് ഒരുമിച്ച് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ദർ വേർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്ലൂറൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ മനസ്സിലാക്കാം. അതിന് മുന്നേ നമുക്കെന്തെങ്കിലും ഉണ്ട്, നമ്മളെ സ്വന്തം ഉടമസ്ഥാവകാശത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെ പറയാം? ഐ ഹാവ് എ കാർ, ഷീ ഹാസ് എ കാർ. അപ്പോൾ ഷീ ഹാഡ് എ കാർ, അവൾക്കൊരു കാർ ഉണ്ടായിരുന്നു. ഷീ ഹാസ് എ കാർ, ദേ ഹാഡ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പറയാം. നമ്മളെ ഉടമസ്ഥാവകാശത്തിലുള്ള, നമുക്ക് അവകാശപ്പെട്ട അതൊരു പൊസഷൻ കാണിക്കുകയാണ്. അതേസമയം നമ്മളെ പരിധിയിൽപ്പെടുന്നതല്ല, നമുക്ക് അതിന് ഉടമസ്ഥാവകാശമൊന്നുമില്ല. നമ്മൾ വേറെ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു ഒക്കെ പറയാനാണ് ഈ ഒരു യൂസേജ്. ഈ ഒരു ചെറിയ കുഞ്ഞൻ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുക ഇംഗ്ലീഷിൽ. അപ്പം ആ ടേബിളിൻ്റെ മുകളിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. എങ്ങനെ പറയാം? ദർ വാസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ആ മേശൻ്റെ മുകളിൽ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ദർ വാസ് എ ബുക്ക് ഓൺ ദ ടേബിൾ. ആ മേശൻ്റെ മുകളിൽ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. ആ മേശൻ്റെ മുകളിൽ 2 ബുക്സ് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം? ദർ വേർ 2 ബുക്സ് ഓൺ ദ ടേബിൾ. ആ മേശയുടെ മുകളിൽ 2 ബുക്കുകൾ ഉണ്ടായിരുന്നു. ദർ വേർ 2 ബുക്സ് ഓൺ ദ ടേബിൾ. ആ മേശയുടെ മുകളിൽ 2 ബുക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് കൂടുതൽ സെൻറ്റൻസുകൾ പരിചയപ്പെടാം. ദർ വാസ് എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ. എൻ്റെ ഉത്തരത്തിൽ ഒരു പിഴവ് ഉണ്ടായിരുന്നു. ദർ വാസ് ഹെവി റെയിൻ ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ രാത്രി കനത്ത മഴ ഉണ്ടായിരുന്നു. ദർ വാസ് ആൻ ആക്സിഡൻറ്റ് ഓൺ ദ റോഡ്. റോഡിൽ ഒരു അപകടം ഉണ്ടായിരുന്നു. ദർ വാസ് എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ. എൻ്റെ ഉത്തരത്തിൽ ഒരു പിഴവുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസ് തന്നെയാണ്. ഈ സെൻറ്റൻസിൻ്റെ 4 രൂപങ്ങൾ നോക്കാം നമുക്ക്. നോർമൽ സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗറ്റീവ്, നെഗറ്റീവ് ഇൻട്രോഗറ്റീവ്. ഓക്കെ. ദർ വാസ് നോട്ട് എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ, അല്ലെങ്കിൽ ദർ വാസിൻറ്റ് എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ. എൻ്റെ ഉത്തരത്തിൽ ഒരു പിഴവ് ഉണ്ടായിരുന്നില്ല. വാസ് ദർ എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ. എൻ്റെ ഉത്തരത്തിൽ ഒരു പിഴവ് ഉണ്ടായിരുന്നോ? അതിൻ്റെ നെഗറ്റീവ് രൂപം: വാസ് ദർ നോട്ട് എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ, അല്ലെങ്കിൽ വാസിൻറ്റ് ദർ എ മിസ്റ്റേക്ക് ഇൻ മൈ ആൻസർ. എൻ്റെ ഉത്തരത്തിൽ ഒരു പിഴവ് ഉണ്ടായിരുന്നില്ലേ? ഇനി ദർ വാസിൻ്റെ പ്ലൂറലായ ദർ വേർ വെച്ചിട്ട് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം. അതിനുശേഷം 4 രൂപങ്ങളും. ദർ വർ മെനി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിൽ നിരവധി വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. ദർ വർ 2 ബുക്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ദർ വർ മെനി ട്രീസ് നിയർ മൈ ഹൗസ്. എൻ്റെ വീടിനടുത്ത് നിരവധി മരങ്ങൾ ഉണ്ടായിരുന്നു. ദർ വർ സം പ്രോബ്ലംസ് ഇൻ ദ മീറ്റിംഗ്. യോഗത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ദർ വർ മെനി പീപ്പിൾ അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. 4 ഫോംസ് ഓഫ് ദർ വേർ. ദർ വേറിൻ്റെ 4 രൂപങ്ങൾ നമുക്ക് നോക്കാം. ദർ വേർ 2 ബുക്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ 4 രൂപങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ദർ വേർ നോട്ട് 2 ബുക്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ല. ദർ വേറിൻറ്റ് 2 ബുക്സ് ഓൺ ദ ടേബിൾ എന്ന് പറയാം. ഇത് ശരിക്കും പറയാം നമുക്ക് ഏറ്റവും ഈസി: ദർ വേറിൻറ്റ് 2 ബുക്സ് ഓൺ ദ ടേബിൾ. വേർ ദർ 2 ബുക്സ് ഓൺ ദ ടേബിൾ. മേശപ്പുറത്ത് 2 പുസ്തകങ്ങൾ ഉണ്ടായിരുന്നോ? ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ ഈ ചെറിയ വാക്ക് നമ്മൾ സംഭാഷണത്തിൽ ഉപയോഗിക്കുക. കൂടുതൽ സെൻറ്റൻസുകൾ കളക്ട് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.